ഇതുപോലെ നിങ്ങളുണ്ടല്ലോ വെള്ളം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് തല കഴുകി നോക്കാം കേട്ടോ. എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും നമ്മുടെ തലമുടി ഒരുപാട് നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ടും അതല്ല നരച്ച മുടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ ഇതിങ്ങനെ നമ്മൾ ലേഡീസിനൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. കട്ട കറുപ്പോടുകൂടി മുടി ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും കേട്ടോ. അപ്പം അകാല നരയൊക്കെ ഉള്ള ആളുകൾക്കും അതുതന്നെ നമുക്ക് പെട്ടെന്ന് തലമുടി നരച്ച് തുടങ്ങിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുടി നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു അര സ്പൂണോളം വരുന്ന രീതിയിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മൈലാഞ്ചിയുടെ ഇല നമ്മുടെയൊക്കെ പറമ്പിലെവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 1-2 തണ്ട് മൈലാഞ്ചിയുടെ ഇല ഒടിച്ചെടുത്തിട്ട് വീടിൻ്റെ അകത്ത് തന്നെ വെച്ചാൽ മതി. വെയിലത്ത് ഉണക്കണം എന്നൊന്നുമില്ല. 2 ദിവസം വീടിൻ്റെ അകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് താനെ അവിടുന്ന് ഉണങ്ങിക്കോളും. പിന്നെ ഈ മൈലാഞ്ചിയുടെ ഇലയുടെ ഒരു ചില സമയങ്ങളിൽ അത് പൂക്കളൊക്കെ ഉണ്ടാകത്തില്ലേ, മൈലാഞ്ചിയുടെ പൂക്കൾ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ആ പൂക്കളുടെ കൊല ഒടിച്ചെടുത്താലും 2 ദിവസം കൊണ്ട് വീട്ടിൽ നിന്ന് ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ മൈലാഞ്ചിയുടെ ഇല ആണെങ്കിൽ നമുക്ക് തലമുടി നരയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. ഹെയർ ഡൈകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് മൈലാഞ്ചി. അപ്പോൾ നിങ്ങൾ അങ്ങനെ മൈലാഞ്ചി ഉണക്കിയതുണ്ടെങ്കിൽ ഒരു കയ്യിലൊരു വാളം മൈലാഞ്ചിയുടെ ഇലയും തേയിലയും കൂടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, ഇത് ഞാനിപ്പോൾ ഇട്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരക എണ്ണ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കരിഞ്ജീരകം തലമുടി നല്ല രീതിയിൽ കട്ട കറുപ്പോടുകൂടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അതല്ലാണ്ട് മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കരിഞ്ജീരകം. അപ്പോൾ ഒരു 1 സ്പൂണോളം കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നെല്ലിക്കയാണ്. അപ്പോൾ ഈ നെല്ലിക്ക നമ്മുടെ വീട്ടിലിങ്ങനെ ഉണങ്ങിയത് പച്ച എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. അപ്പം ഈ നെല്ലിക്കയുടെ പൗഡർ അങ്ങാടി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. വില ഒന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലെ ഒരു 1/4 സ്പൂണോളം അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തലമുടിക്ക് നര വരാതിരിക്കാനൊക്കെ ആയിട്ട് ഹെയർ ഡൈകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് ഇത്രയും. അപ്പോൾ ഇത് നിങ്ങൾ വെള്ളം ഉണ്ടാക്കുവാണെങ്കിൽ മുടി നല്ല കട്ട കറുപ്പോടുകൂടി വളരാനൊക്കെ ആയിട്ടും നരച്ച തലമുടിയോ നരച്ചു ബാക്കിയുള്ള തലമുടിയും കൂടെ നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുടിക്ക് നല്ല തിളക്കം കിട്ടും. അത് മാത്രമല്ലാണ്ടല്ലോ, കുട്ടികൾക്കും ഇത് ഇങ്ങനെ നമുക്ക് ഈ ഒരു വെള്ളം വെച്ച് തല കഴുകി കൊടുക്കുവാണെങ്കിൽ ഈ കുട്ടികളുടെ തലമുടിയിൽ മുടിക്കായൊക്കെ വരത്തില്ലേ, മുടിക്കായ ഊർന്ന് പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അത് മാത്രമല്ല മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ മുടിക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഈ പെൻഷനിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇത്തിരി തുളസിയുടെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുകയാണെങ്കിൽ പെൻഷനിലും ഒക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടി വളരാനൊക്കെ ആയിട്ടും ബെസ്റ്റാണ്. അപ്പോൾ ഇത്രയും കൂടി നന്നായിട്ടൊരു 10 മിനിറ്റ് നേരം കൂടി ഇങ്ങനെ തിളപ്പിക്കണം. അപ്പോൾ ഇത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയാണ് നിങ്ങൾ തിളപ്പിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്തിട്ട് കുപ്പികളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ വാങ്ങാൻ കിട്ടും. ഈ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ. അപ്പോൾ ഇത് നമുക്ക് തലമുടിക്ക് വളരെ നല്ലതാണ്. പുതിയ ബേബി ഹെയർസ് കിളുക്കാനൊക്കെ ആയിട്ടും വൈറ്റമിൻ ഇ നല്ലതാണ്. സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാൻ നല്ലതാണ്. മുടിക്ക് നല്ല രീതിയിൽ തലയോട്ടിക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനൊക്കെ ആയിട്ട് ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് മിക്സ് ചെയ്ത് ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് ഒഴിച്ചിട്ട് നിങ്ങൾ ഷെയ്ക്ക് ചെയ്തിട്ട് കുപ്പികളിൽ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചില ആളുകൾ ഇങ്ങനെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്കാൽപ്പിൽ കൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പം സ്പ്രേ ബോട്ടിൽ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. അപ്പം നമുക്കിങ്ങനെ കുളിക്കാൻ നേരത്തെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ആറിയതിന് ശേഷം തല വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഈ വെള്ളത്തിൽ നിങ്ങൾ തല കഴുകി കൊടുക്കുകയാണെങ്കിൽ അകാലനര ഉണ്ടെങ്കിൽ മാറുകയും ചെയ്തോളും. മുടി നരയ്ക്കാതെ ഇരിക്കും, മുടി വളരുകയും ചെയ്തോളും. മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതും മാറിക്കോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ട് വീട് ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അമ്മലൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് ഇതുവരെ പേജ് ഫോളോ ചെയ്തെത്തവർ അല്ലേക്കാണ് വന്ന് വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കല്ലേ.